എന്താണ് ഈ സംഭവം എന്നപ്പോ പറഞ്ഞത്? ഏതോ ഒരു പോറ്റി ചെയ്താണ് അല്ലേ? അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? ഇത് ഏതോ ഒരു പോറ്റി മാത്രമല്ല ഇത് ചെയ്തത്. ഇതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിൽ CPM നേതാക്കൾ പങ്കാളികളാണെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പങ്കാളികളാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു. ഇപ്പോ പിണറായി വിജയന്റെ ഇടതും വലതും നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരായ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലാണ്. വെറുതെ മോഷണക്കുറ്റത്തിനല്ല, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന്റെ കുറ്റത്തിന് ജയിലിൽ കിടക്കുകയാണ്. ഈ കേരളം മുഴുവൻ അമ്പലത്തിൽ നിൽക്കുകയാണ്. എന്താണ്? അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന്റെ പേരിൽ ജയിലിൽ പോയവർക്കെതിരായി ഒരു നടപടിയില്ല. CPM MP ഗോവിന്ദൻ പറഞ്ഞു, ഒരു നടപടിയില്ല. എല്ലാവരും അമ്പലം. എന്താ കാര്യം? നടപടിയെടുത്താൽ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആളുകൾ ബാക്കി പുറത്തു നിൽക്കുന്നവർക്കെതിരായി മൊഴി കൊടുക്കാൻ പേടിച്ചതാണ് നടപടിയെടുക്കാത്തത്. എന്തൊരു തൊലിക്കെട്ടിയാണ്! അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന് ജയിലിൽ പോയവർക്കെതിരായി നടപടിയെടുക്കാൻ പോലും ചെറുവിരൽ അനക്കാത്തവരായി ഈ CPM നേതൃത്വം മാറിയിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കുറെ ആളുകൾ കൂടി അവിടെ വന്നു ചേരും. 2019 എന്താ കോടതി പറഞ്ഞത്? അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം ശബരിമലയിൽ നിന്ന് ചെന്നൈയിലെത്താൻ 1 മാസവും 9 ദിവസമുള്ളൂ. അന്ന് ഞങ്ങളൊരു സംശയം പറഞ്ഞു, ഇതിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം കാത്തുവെച്ചത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ഒറിജിനൽ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റു. കോടിക്കണക്കിന് രൂപ. അവിടെ പൊതിഞ്ഞ 30 കിലോ സ്വർണ്ണമല്ല, അമൂല്യമായ വിലമതിക്കാൻ പറ്റാത്ത ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റു. എന്നിട്ടൊരു വ്യാജ ചെമ്പുമാല ഇതുകൊണ്ട് ഉണ്ടാക്കി അതാണ് പൂശിക്കൊണ്ടുവന്ന് ഇപ്പുറത്ത് വന്നത്. കോടികളാണ് അടിച്ചു മാറ്റിയത്. ആ കോടികൾ അടിച്ചു മാറ്റിയവരിൽ ഉത്തരവാദികൾ ഇവരെല്ലാവരും ഉണ്ട്. ഞാനന്ന് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചു, ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് അങ്ങ് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കെതിരായിട്ട് ഒരു നോട്ടീസ് അയച്ചു, വക്കീൽ നോട്ടീസ്. 2 കോടി രൂപയുടെ മാനനഷ്ടം ഉണ്ടായതാണ്. 2 കോടി രൂപ. അപ്പൊ ഞാനൊരു മറുപടി അയച്ചു. ഇപ്പൊ അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തേക്കാണ്. പക്ഷെ 2 കോടി രൂപയുടെ മാനം ഇപ്പൊ 10 ലക്ഷം രൂപ കൊടുത്തു. കേസ് വന്നപ്പോ 10 ലക്ഷം രൂപയുടെ മാനം കൊടുത്തു. നേരത്തെ 2 കോടി രൂപയുടെ മാനം പോയത്. ഞാനത് കോടതിയിൽ നേരിട്ടോളാം. ഞാൻ ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ള മുൻ ദേവസ്വം മന്ത്രിക്ക് എന്ത് ബന്ധമാണുള്ളതെന്ന് ഞാൻ തെളിയിച്ചോളാം കോടതിയിൽ. ഇപ്പൊ ഞാൻ തെളിയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ 2 ജയിലിൽ പോയ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ തന്നെ പറഞ്ഞു, പോറ്റിയെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ്. പോറ്റിയെ അയച്ചത്, പോറ്റിയുമായിട്ട് നല്ല ബന്ധമാണ്. നമ്മുടെ കയ്യിൽ തെളിവൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും ചേർന്നുള്ള ഏർപ്പാടാ. ഇന്നെന്താ പത്മകുമാർ കൊടുത്ത മൊഴി? ഞാൻ ആരോടും ചോദിക്കാതെ ഒന്നും ചെയ്തിട്ടില്ല. ദേവസ്വം ബോർഡ് അംഗങ്ങളോടും ചോദിച്ചു, ദേവസ്വം വകുപ്പിനോടും ചോദിച്ചു. വകുപ്പിന്റെ മന്ത്രിയായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും പിന്നെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ പ്രസാദ്, ഇവരെ ചവിട്ടി പുറത്താക്കണം, ഈ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളോട് എല്ലാവരോടും ചോദിച്ചു, 2019 നടന്ന കളവില്ല. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് എന്ത് കഴിച്ചു? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇവർക്ക് അറിയാമായിരുന്നു. ഇപ്പൊ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? 2019 നടന്ന ഈ വലിയ കളവിനെ കുറിച്ച് ഇപ്പൊ പോയ ദേവസ്വം ബോർഡ് അറിയാമായിരുന്നു. ദേവസ്വം മന്ത്രിക്ക് ഇവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. സാധാരണ കള്ളന്മാരെന്തു? ഒരു വീട്ടിൽ കയറി ഒരു കള്ളൻ ഒരു 25 പവൻ മോഷ്ടിച്ചു. പോലീസ് വന്നു, ആൾക്കൂട്ടം കൂടി. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഉണ്ടാവും കള്ളൻ എപ്പോഴും. അവനെനിക്ക് ഭയങ്കര ടെൻഷൻ, കഷ്ടമാണ്. ഈ വീട്ടിൽ കയറി കള്ളൻ മോഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവന് പറഞ്ഞ് കൂടെ നിൽക്കും. കുറെ നാൾ കഴിഞ്ഞിട്ട് പോലീസിന്റെ ഒരു വാരം തോന്നും കിട്ടുന്നില്ല. കേസ് വലിയ കിടക്കുക. കേസ് മുമ്പോട്ട് പോകുന്നില്ല, തെരുവില്ല. അപ്പൊ നമ്മളെ കള്ളൻ എന്ത് ചെയ്യും? കള്ളൻ അടുത്ത വീട്ടിൽ കയറി കാക്കും. അത് തന്നെയാണ് ശബരിമലയിൽ നടന്നത്. 19 നടന്ന കളവിനെ കുറിച്ച് അവർക്കറിയാം. പുറത്താർക്കും അറിയില്ല, പുറത്താരും അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്താ കിട്ടിയത്? കോടികളാണ് 2019. എന്നാ പിന്നെ നമുക്കും കോടികൾ ഉണ്ടാക്കാൻ പാടില്ലേ? അപ്പോഴാണ് പ്രശാന്തിന്റെ ഒരു ആഗ്രഹം, വീണ്ടും നമുക്ക് ദ്വാരപാലക ശില്പം സ്വർണം പൂശാൻ വിടണം. അപ്പൊ തിരുവാഭരണ കമ്മീഷന് കൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകല്ലേ? പുറത്തേക്ക്
അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റോട് കൊണ്ടുപോയേ പറ്റൂ, അത് പോറ്റിക്ക് കൊടുത്തേ പറ്റൂ. പോറ്റി പോയാലല്ലേ വീണ്ടും കിട്ടുള്ളൂ. വീണ്ടും ഒരു കോടീശ്വരനെ പറ്റിക്കണം. കാരണം ഇത് വ്യാജ ജമ്പുവാലികൾ ഉണ്ടാക്കിയ സാധനം. കോടീശ്വരനെ പറ്റിക്കണം, ഇത് പുതിയതാണെന്ന് പറഞ്ഞു. ഇതല്ലേ ഇവര് പ്ലാൻ ചെയ്തത് അല്ലേ? കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിലോ? കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇവന്മാര് അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം മാത്രമല്ല, അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി അടിച്ചു മാറ്റി ഇല്ലേ? എന്തായിരുന്നു ആഗോള അയ്യപ്പ സംഗമം? ആ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു നിപ്പ്, കപട ഭക്തി പൂർണ്ണിക്കുള്ളൊരു നിപ്പില്ലേ? എന്തൊരു പ്രസംഗമായിരുന്നു! നമ്മളോട് പറയുകയാണ് അയ്യപ്പ ഭക്തരായ നമ്മളോട് പിണറായി വിജയൻ തത്വമസി. ഭയങ്കര പ്രസംഗമാണ്. ഞാനൊന്ന് തമാശയായിട്ട് പറഞ്ഞു, നമ്മുടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർ ശബരിമല പോകുന്നവർക്കറിയാം, അവര് ശരണം വിളിക്കും. അവരുടെ ശരണം വിളിക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ ഭക്തിയാണെന്ന് എനിക്ക് തോന്നാറുള്ളത്. അവര് വിളിക്കുന്ന ഒരു ശരണം വിളി കല്ലും മുള്ളും കാലത്തും എത്താന്ന് പറയും. അതായത് അയ്യപ്പന്റെ അനുഗ്രഹം നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ ഈ കാനനപാതയിൽ മുഴുവനുള്ള കല്ലുകളും മുള്ളുകളും നമ്മുടെ കാലില് മെത്തയായി മാറും. പേടിക്കണ്ട, നടന്നു പോവാം, കാല് കിന്നില്ല എന്നാണ് ആ ശരണം വിളിയുടെ അർത്ഥം. ആ ശരണം വിളി മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കാനുള്ള കുഴപ്പമാണോ, മുഖ്യമന്ത്രി വായിച്ചതിന്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമത്തിൽ പറഞ്ഞത് കല്ലും മുള്ളും കാലിക്കുത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അത് ഏത് കുത്തയാണ്? അത് ഏത് കുത്തയാണ്? കാലിക്കുത്ത. അവിടെ അത് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയില്ല. അതിനു മുമ്പേ അയ്യപ്പനെ ആക്കിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനു മുമ്പേ ഹൈക്കോടതിയുടെ വിവരങ്ങളെല്ലാം പുറത്തു വന്നു. എന്റെ ഒറ്റ ചോദ്യം, ശബരിമല കോടിക്കണക്കിന് വിശ്വാസികളുള്ള ശബരിമലയിലെ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ കഥകും കട്ടളയും ദ്വാരപാലക ശില്പവും അടിച്ചു മാറ്റാൻ ഇവന്മാർ ഈ ട്രഷറിയിൽ നിന്ന് എന്തെല്ലാം അടിച്ചു മാറ്റുക നമ്മുടെ കാര്യങ്ങൾ? അതാണ് ചോദ്യം അല്ലേ? ട്രഷറി മുഴുവൻ കാര്യമാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ പൂച്ച പെറ്റ് കിടക്കുകയാണ്. ആരോഗ്യ കേന്ദ്രം വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു. സർക്കാർ ആശുപത്രിയിലും മരുന്നില്ല. മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോകണമെങ്കിൽ കപ്പികൾ മേടിക്കണം, നൂല് മേടിക്കണം, സൂചി മേടിക്കണം. കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിൽ ഒരാൾ ചെന്നപ്പോൾ പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞ് പഞ്ഞിയും കൂടി മേടിക്കുന്നു. അതായത് പഞ്ഞി പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകളായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ ഇവരെ അധപ്പതിപ്പിച്ചു ഇല്ലേ? ശരിയാണോ? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാറുണ്ട് കോടികൾ കൊടുക്കാറുണ്ട്. ഉമ്മൻചാണ്ടി തുടങ്ങിയ കാരുണ്യ ആരോഗ്യ പദ്ധതി CBS ശിവകുമാർ അന്ന് ആരോഗ്യമന്ത്രിയാണ്, 1800 കോടി കൊടുക്കാനിപ്പോ. പിന്നെ ഇന്ത്യയിൽ 1ാം സ്ഥാനം, കേരളത്തിലൊരു 1ാം സ്ഥാനമുണ്ട്. എന്താ? കഴിഞ്ഞ 10 മാസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളം. വിട്ടുകൊടുക്കില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ റിപ്പോർട്ടാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്. വെളിച്ചെണ്ണയുടെ വില 4 ഇരട്ടിയായി, പഞ്ചസാരയുടെ വില ഇരട്ടിയായി, നിത്യോപയോഗ സാധനങ്ങളുടെ വില 150 മുതൽ 200% പച്ചക്കറിയുടെ വില ഇരട്ടിയായി. മാർക്കറ്റിൽ ഇടപെടില്ല. എന്താ? സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2200 കോടി. മാവേലി സ്റ്റോറിൽ ഒരു കുന്തമില്ല. മാർക്കറ്റിൽ ഇടപെടൽ നടക്കുന്നില്ല ഒരു തരത്തിലും. ഇനി വൈദ്യുതി ബോർഡ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി കടം കുറച്ചു കൊണ്ടുവന്നു 1000 കോടി. നമ്മൾ 2016 അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ കടം 1000 കോടി. ഇപ്പൊ 9 കൊല്ലം കഴിഞ്ഞപ്പോൾ വൈദ്യുതി ബോർഡിന്റെ കടം എത്രയെന്നറിയോ? 50,000 കോടി. അത്രേ പറ്റുള്ളൂ. എന്നിട്ടെന്താ? 3 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. 4ാമത് കൂട്ടാൻ വേണ്ടി എഴുതി കൊടുത്തിരിക്കുക. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് 19 മാസം 7 ക്ഷേമനിധികളാണ് കേരളത്തിൽ തകരുന്നത്. വാട്ടർ അതോറിറ്റിയിൽ 4,500 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാൻ, പൊതുമരാമത്ത് വകുപ്പിൽ 15,000 കോടി കരാറുകാർക്ക് കൊടുക്കാൻ, ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്, അധ്യാപകർക്ക് കൊടുക്കാനുള്ളത് 1,00,000 കോടി. അടുത്ത വർഷം അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കേരളത്തിന്റെ തലയിൽ പിണറായി സർക്കാർ കെട്ടിവെച്ച ബാധ്യത 6,00,000 കോടി. ഒരു സർക്കാർ ചെയ്യാത്ത കാര്യമാണ്. 6,00,000 കോടി കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ്
ഇവരെ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവർക്കെതിരായിട്ടുള്ള വിചാരണയാണ് ഈ തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ അവരുടെ മനസ്സാക്ഷിയുടെ കോടതി ഈ ദുർഭരണക്കാരെ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാക്കി മാറ്റും. നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കുന്ന ഒരു വശം, മറുവശത്ത് നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാനിഫെസ്റ്റോ നിങ്ങളുടെ കയ്യിലെത്തും, അത് നിങ്ങൾ വീടുകളിൽ എത്തിക്കണം. നമ്മൾ സുപ്രധാനമായ വളരെ നല്ല പഠനം നടത്തി കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിന് എന്തു പറ്റി, എന്താണ് കുഴപ്പമെന്ന് പഠിച്ചിട്ട് തയ്യാറാക്കും. മാലിന്യ നിർമ്മാർജ്ജനം പൂർണ്ണമാക്കും, സീറോ വേസ്റ്റ് കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് നമ്മുടെ പ്രഖ്യാപനം. നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയ ആശ്രയ പദ്ധതി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നവീകരിച്ച് ആശ്രയ 2 നമ്മൾ നടപ്പാക്കും. കേരളത്തിൽ എത്ര പേരെ പട്ടികടിച്ചത് പുറത്തു പോയി പറയുന്നത്? 3.5 ലക്ഷം പേരെ കേരളത്തിൽ പട്ടികടിച്ചു. പുറത്തു പറഞ്ഞാൽ ആരും വരില്ല കേരളത്തിലേക്ക്. ആ തെരുവനായകളുടെ ശല്യത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കും. പിന്നെ നിങ്ങൾ പോയി കുടുംബശ്രീ നവീകരിക്കും. നിങ്ങൾ കുടുംബശ്രീയിലെ സ്ത്രീകളോട് പറയണം, ഈ നവീകരണം ഇതൊരു പ്രധാന ഘട്ടമാണ്. കുടുംബശ്രീ അതിന്റെ ലക്ഷ്യം കുടുംബശ്രീയിലെ സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരുത്തുക എന്നുള്ളതാണ്. പുരുഷന്മാരാണ് കൂടുതൽ. പുരുഷന്മാരെ ആശ്രയിക്കാതെ സ്വന്തം ചെലവ് നടത്താൻ സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 57 പ്രോജക്ടുകളാണ് UDF നടപ്പാക്കാൻ പോകുന്നത്. 50 സ്ത്രീകൾക്ക് പ്രത്യേക ഘടക പദ്ധതി 13% ഫണ്ട് അതിന് നീക്കിവെക്കും. ചെറുപ്പക്കാർക്ക് 5% പ്രത്യേക ഫണ്ട് നീക്കിവെക്കും. പദ്ധതി ആസൂത്രണം കാര്യക്ഷമമാക്കും. പദ്ധതിയുടെ അംഗീകാരം നടപടിക്രമങ്ങൾ ഏകീകരിക്കും. പദ്ധതി നിർവഹണം ഒരു വിട്ടുവീഴ്ചയില്ല. ഒരു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു പദ്ധതി 365 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയില്ലെങ്കിൽ അതിന് ഉത്തരവാദിയായ ആളുകൾ 366 ദിവസം ഉത്തരം പറയേണ്ടി വരും. അതിനെ നിയമവൽക്കരിക്കും. ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, നിങ്ങളത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അത്ഭുതകരമായ മാറ്റങ്ങൾ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, എല്ലാ രംഗത്തും ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ പോകുന്ന 5 കൊല്ലം കൊണ്ട് അധികാര വികേന്ദ്രീകരണം, രാജീവ് ഗാന്ധി ലക്ഷ്യം കണ്ട ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ, മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ആ സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ കിടഞ്ഞു പരിശ്രമിക്കും. ജനങ്ങളുടെ ജീവിത നിലവാരത്തിന് മാറ്റമുണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുക. 2026 100-ലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ കാക്കാക്കടയിലും UDFന്റെ കൊടിപാറണം. അതിനുള്ള മുന്നോടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇവിടെ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ, ബ്ലോക്ക് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ, പഞ്ചായത്ത് നമ്മുടെ കോട്ടയാണ്. ഇടയ്ക്കൊന്നും കൊലഞ്ഞതാ. ഇനി ഉറപ്പിച്ചു നിൽക്കണം. നിങ്ങളെല്ലാവരും ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ അത്ഭുതകരമായ, വിസ്മയകരമായ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകണം. 2026 തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ ഇന്ധനം പകർന്നു തരേണ്ടവരാണ് നിങ്ങൾ. ഞാൻ ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ സ്ഥാനാർത്ഥിക്കപ്പുറത്തിരിക്കുന്ന പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ വിനയപൂർവമായ അഭ്യർത്ഥന ഏറ്റുവാങ്ങി, ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഉജ്ജ്വലമായ വിജയം അവർക്ക് സമ്മാനിക്കണം. നമുക്കറിയാം, ഇവിടെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് പ്രിയങ്കരനായ ശ്രീ മണികണ്ഠനാണ്. ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ വരുമ്പോൾ പരിചയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനാണ് മണികണ്ഠൻ. കേരള വിദ്യാർത്ഥി യൂണിയനിൽ എന്നേക്കാൾ സീനിയറായിട്ടുള്ള ആളാണ് മണികണ്ഠൻ.